നമസ്കാരം. അസാദി വാർത്തയുടെ നൈറ്റ് വിഷയം സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. പ്രധാനമന്ത്രിയും അമിത്ഷായും തെരഞ്ഞെടുപ്പിലൂടെ നടത്തിയത് ഓഹരി കുംഭകോണം JPC അന്വേഷിക്കണമെന്ന് രാഹുൽ ഗാന്ധി. സുപ്രധാന വകുപ്പുകളിൽ പിടിമുറുക്കി സഖ്യകക്ഷികൾ, പിടിവിടാതെ BJPയും. രാഹുൽ വയനാട് ഉപേക്ഷിക്കുമെന്ന സൂചന. ഉപതെരഞ്ഞെടുപ്പ് ചർച്ചകൾ തുടങ്ങി. കേരളത്തെ ബാലസൗഹൃദ സംസ്ഥാനമാക്കി മാറ്റും. സംസ്ഥാനത്തെ 33,715 അംഗനവാടികളിൽ പ്രവേശനോത്സവം. വാസ്കോ എഞ്ചിൻ OK സത്യൻ അന്തരിച്ചു. ജലക്ഷാമം രൂക്ഷം. ഡൽഹിക്ക് വെള്ളം നൽകണമെന്ന ഹിമാചലിനോട് സുപ്രീം കോടതി. സംസ്ഥാനത്ത് BJP നേതാക്കൾക്ക് തിരിച്ചടി. 9 പേർക്ക് കെട്ടിവെച്ച കാശ് പോയി. തൃശൂരിലെയും ആലത്തൂരിലെയും തോൽവി പരിശോധിക്കും VD സതീശൻ. വിശദമായ വാർത്തകളിലേക്ക് പോകാം. സുപ്രധാന വകുപ്പുകളിൽ പിടിമുറുക്കി സഖ്യകക്ഷികൾ, പിടിവിടാതെ BJPയും. സുപ്രധാനമായ 6 വകുപ്പുകൾ സഖ്യകക്ഷികൾക്ക് വിട്ടുകൊടുക്കണമെന്ന് BJP. ആഭ്യന്തരം, ധനം, പ്രതിരോധം, നിയമം, IT, റെയിൽവേ വകുപ്പുകളിലാണ് BJPയുടെ കടുംപിടുത്തം. സഖ്യകക്ഷികളായ JDUവും TDPയും നിരവധി വകുപ്പുകൾ ആവശ്യപ്പെട്ടെങ്കിലും വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ പ്രധാന വകുപ്പുകൾ നൽകാതിരിക്കാൻ ശ്രമിക്കുകയാണ് BJP. ബീഹാറിൽ 12 സീറ്റുകൾ നേടിയ JDU പ്രതിരോധം, ഗ്രാമവികസനം, കൃഷി, റെയിൽവേ എന്നീ വകുപ്പുകളാണ് ആവശ്യപ്പെട്ടത്. ബീഹാറിന്റെ പ്രത്യേക പദവിയും NDAയുടെ കൺവീനർ സ്ഥാനവും രാജ്യസഭാ ഉപാധ്യക്ഷ പദവിയും നിതീഷ് കുമാറിന്റെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. ആന്ധ്രാപ്രദേശിൽ 16 സീറ്റുകൾ നേടിയ TDP ആവശ്യപ്പെട്ടത് നഗര ഗ്രാമ വികസനം, ഗതാഗതം, ഹൈവേ വകുപ്പ്, ജലവകുപ്പ്, കപ്പൽ ഗതാഗത തുറമുഖ വകുപ്പ് എന്നിവയാണ്. ആന്ധ്രാപ്രദേശിന്റെ പ്രത്യേക പദവിയും TDP ഉന്നയിച്ചിട്ടുണ്ട്. 5 MPമാരുള്ള ചിരഗാസോന്റെ LJP റെയിൽവേയും സഹമന്ത്രി സ്ഥാനവും, ഏകനാഥ് ഷിൻഡെയുടെ ശിവസേന ക്യാബിനറ്റ് മന്ത്രി സ്ഥാനവും 2 സഹമന്ത്രി സ്ഥാനവും ആവശ്യപ്പെട്ടു. ഹിന്ദുസ്ഥാനി അവാമി മോർച്ച നേതാവ് ജിതിൻ റാം മാഞ്ചിയും കേന്ദ്രമന്ത്രി സ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ ഞായറാഴ്ച വൈകുന്നേരം 6 എന്നാണ് സൂചന. വോട്ടെണ്ണലിന് പിന്നാലെ വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് ചർച്ച തുടങ്ങി. വയനാട്ടിലും റായ്ബറയിലും വിജയിച്ച രാഹുൽ ഗാന്ധി വയനാട് ഉപേക്ഷിക്കുമെന്ന സൂചനകൾ വന്നതോടെയാണ് മണ്ഡലത്തിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് ചർച്ചകൾ തുടങ്ങിയത്. രാഹുൽ വയനാട് വിടുമെന്ന നിഗമനത്തിലാണ് UDF നേതാക്കളും പ്രവർത്തകരും. പകരം സ്ഥാനാർത്ഥി ആരാകുമെന്നുൾപ്പെടെയുള്ള ചർച്ചകളാണിപ്പോൾ. പ്രിയങ്ക ഗാന്ധി സ്ഥാനാർത്ഥിയാകുമെന്ന പ്രചരണമാണ്. പ്രിയങ്ക അല്ലെങ്കിൽ കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയം കിറാമുട്ടിയാകും. അത്രയധികം പേർ സീറ്റ് മോഹിക്കുന്നുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മത്സരിക്കാൻ തയ്യാറായിരുന്നുവെങ്കിൽ UDF കൺവീനർ MF ഹസൻ ഉൾപ്പെടെയുള്ളവരെ കോൺഗ്രസ് കണ്ടുവച്ചിരുന്നു. മണ്ഡലത്തിനകത്തും പുറത്തുമുള്ളവർ സീറ്റ് ആഗ്രഹിക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയും അമിത്ഷായും തെരഞ്ഞെടുപ്പിലൂടെ നടത്തിയത് ഓഹരി കുംഭകോണമെന്ന് രാഹുൽ ഗാന്ധി. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ധനമന്ത്രിയും തെരഞ്ഞെടുപ്പിനിടെ ഓഹരി വിപണി കുതിക്കും എന്ന് പറഞ്ഞു. 31-ന് ഓഹരി വിപണി വലിയ രീതിയിൽ നിക്ഷേപം നടന്നു. സ്റ്റോക്ക് മാർക്കറ്റിലെ ഏറ്റവും വലിയ അഴിമതിയാണ് നടന്നത്. ഇത് പാർലമെന്റ് സമിതി അന്വേഷിക്കണം. ഓഹരി വിപണി കുതിക്കുമെന്ന് പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്തു. എക്സിറ്റ് പോളുകൾ സ്റ്റോക്ക് മാർക്കറ്റിന് വേണ്ടി നിർമ്മിച്ചതാണ്. യഥാർത്ഥ ഫലം BJPക്ക് അറിയാമായിരുന്നു. ജൂൺ 4-ന് ഇന്ത്യയിലെ സാധാരണക്കാർക്ക് 38 ലക്ഷം കോടി നഷ്ടമായി. പ്രധാനമന്ത്രി ആദ്യമായിട്ടാണ് ഓഹരി വിപണിയെപ്പറ്റി സംസാരിക്കുന്നത്. വൻകിട നിക്ഷേപകർക്ക് വേണ്ടി നടന്ന എക്സിറ്റ് പോളുകളിൽ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും നേരിട്ട് ഇടപെട്ടു. ജൂൺ 4-ന് സ്റ്റോക്ക് മാർക്കറ്റ് റെക്കോർഡ് എന്ന് മോദിയും അമിത്ഷായും പറഞ്ഞു. ഷെയറുകൾ വാങ്ങിവെക്കാൻ അമിത്ഷാ പറഞ്ഞു. തെരഞ്ഞെടുപ്പിന്റെ മറവിൽ ഓഹരി വിപണിയിൽ തട്ടിപ്പ് നടത്തി. മോദിക്കും അമിത്ഷായ്ക്കും വ്യാജ എക്സിറ്റ് പോൾ നടത്തിയവർക്കും എതിരെ അന്വേഷണം വേണം. സാധാരണക്കാരുടെ പണമാണ് നഷ്ടമായത്. പ്രതിപക്ഷത്തിന് അംഗബലമുണ്ട്, മോദിക്ക് അതില്ല. 30 ലക്ഷം കോടിയുടെ നഷ്ടമുണ്ടായിട്ടുണ്ടെന്ന് അന്വേഷിച്ചാൽ വ്യക്തമാക്കും. സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് തന്നെ കുംഭകോണം നടന്നിരിക്കുകയാണ്. JPC അന്വേഷണം വന്നാൽ എല്ലാം വെളിപ്പെടുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. കേരളത്തെ ബാലസൗഹൃദ സംസ്ഥാനമാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി വീണ ജോർജ്. അങ്കണവാടി പ്രവേശനോത്സവം സംസ്ഥാനതല ഉദ്ഘാടനവും അങ്കണ പൂമണ പുസ്തകങ്ങളുടെ പ്രകാശനവും നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി. വീടുകൾ, സ്കൂളുകൾ, കടകൾ, ഷോപ്പിംഗ് മാളുകൾ തുടങ്ങിയ പൊതുസ്ഥലങ്ങളിൽ എല്ലായിടത്തും കുട്ടികൾക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യം. ഇതിലൂടെ കുഞ്ഞുങ്ങളുടെ അവകാശം സംരക്ഷിക്കാനാണ് വനിതാ ശിശു വികസന വകുപ്പ് പരിശ്രമിക്കുന്നതെന്ന് മന്ത്രി വ്യക്തമാക്കി. ഇത്തവണ 3, 4 എന്നിങ്ങനെ പ്രായമനുസരിച്ചുള്ള കൈപ്പുസ്തകങ്ങൾ അങ്കണവാടികൾക്കായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിലവിൽ ഉപയോഗിക്കുന്ന കൈപ്പുസ്തകങ്ങൾ വ്യത്യസ്ത പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ ഉപയോഗിക്കത്തക്ക വിധത്തിൽ ശാസ്ത്രീയമായ മാറ്റങ്ങൾ വരുത്തിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഈ പുസ്തകത്തിലെ ടീച്ചർ പേജ് QR കോഡ് ഉപയോഗിച്ച് ഡിജിറ്റലാക്കി പരിഷ്കരിച്ചാണ് പ്രസിദ്ധീകരിച്ചത്. ഇതുകൂടാതെ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുട്ടികൾക്ക് കഥകളും പാട്ടുകളും കാണാനും കേൾക്കാനുമുള്ള സൗകര്യങ്ങളും പുസ്തകത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. കുട്ടികളുടെ ശാരീരികവും മാനസികവും ഭൗതികവുമായ വികാസനത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്.
അംഗനവാടികളുടെ ഭൗതിക സാഹചര്യങ്ങൾ മികച്ചതാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് 90 സ്മാർട്ട് അംഗനവാടികൾ നിർമ്മിച്ചു. അംഗനവാടികളെ ശിശു സൗഹൃദ ശിശു പരിപോഷണ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിനും അംഗനവാടി കെട്ടിടത്തിന്റെ പരിസരത്തെയും ഒന്നാകെ പരിവർത്തിപ്പെടുത്തു. ആകർഷകമായ നിറങ്ങളോട് കൂടിയ ഫർണിച്ചർ, ശിശു സൗഹൃദ ടോയ്ലറ്റ്, വെർട്ടിക്കൽ ഗൈഡൻസ്, പച്ചക്കറിത്തോട്ടം, ആധുനിക സൗകര്യങ്ങളോട് കൂടിയ അടുക്കള എന്നീ സൗകര്യങ്ങൾ സ്മാർട്ട് അംഗനവാടികളുടെ പ്രത്യേകതയാണ്. ഇതുകൂടാതെ ചായം പദ്ധതി വഴി ഭിന്നശേഷി കുട്ടികൾക്കായി 142 അംഗനവാടികൾ സവിശേഷ അംഗനവാടികളാക്കി മാറ്റുന്നതിന് ഒരു അംഗനവാടിക്ക് 2 ലക്ഷം രൂപ വീതം അനുവദിച്ചിട്ടുണ്ട്. ഗർഭാവസ്ഥ മുതൽ കുഞ്ഞിന് 2 വയസ്സ് തികയുന്നതുവരെയുള്ള 1000 ദിനങ്ങളിൽ കുഞ്ഞിന്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി ഉള്ള പദ്ധതിയും നടപ്പിലാക്കി. അങ്കണവാടി പ്രീ സ്കൂൾ കുട്ടികൾക്ക് പോഷണം ഉറപ്പാക്കാനായി പാലും മുട്ടയും കൂടി നൽകി. നിയമവുമായി പൊരുത്തപ്പെടാൻ സാധിക്കാത്ത കുട്ടികളുടെ മാനസികവും ശാരീരികവും സാമൂഹികവുമായ സുസ്ഥിതി ഉറപ്പാക്കുന്നതിന് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന കാവൽ പ്ലസ് പദ്ധതികളെ അടുത്തിടെ സുപ്രീം കോടതി അഭിനന്ദിച്ചിരുന്നു. ഇതുകൂടാതെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഫോസ്റ്റർ കെയർ പദ്ധതിയെ യൂണിസെഫും അഭിനന്ദിച്ചിരുന്നതായും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ 33,115 അംഗനവാടികളാണ് പ്രവേശനോത്സവം സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വനിതാ ശിശു വികസന വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ഷർമിള മേരി ജോസഫ്, കൗൺസിലർമാരായ കസ്തൂരി MS, മീന ദിനേശ്, ജെൻഡർ കൺസൾട്ടന്റ് TK ആനന്ദി, ബിന്ദു ഗോപിനാഥ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ. ഗോവയിൽ നിന്നുമുള്ള വാസ്കോ ക്ലബ് ഇന്ത്യൻ ഫുട്ബോളിൽ കിരീടങ്ങൾ വാരിക്കൂട്ടിയ 1960-70 കളികളിൽ ടീമിന്റെ എഞ്ചിൻ റൂമായിരുന്ന കണ്ണൂരുകാരൻ OK സത്യൻ അന്തരിച്ചു. 1950കളുടെ അവസാനം കണ്ണൂർ ലക്കി സ്റ്റാറിലൂടെയാണ് സത്യൻ കളം പിടിക്കുന്നത്. ലക്കി സ്റ്റാർ കേരളത്തിലെയും കൊൽക്കത്തയിലെയും ക്ലബ്ബുകളുടെ നെഞ്ചിടിപ്പായിരുന്ന കാലത്താണ് സത്യൻ ടീമിന്റെ മധ്യനിരയും പ്രതിരോധ നിരയും ഭരിച്ചത്. കണ്ണൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ ടീമിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യന്റെ ഭാഗ്യനക്ഷത്രം തെളിയുന്നത്. ലക്കി സ്റ്റാർ ബോംബെ റോവേഴ്സ് കപ്പിൽ കളിക്കുമ്പോഴും ഊട്ടി, തൂത്തുക്കുടി, കോയമ്പത്തൂർ, ചക്കോള ടൂർണമെന്റുകളിൽ 2ാം സ്ഥാനം നേടിയപ്പോഴും സത്യൻ തകർത്തു കളിച്ചു. കൊളംബോ പെൻഡാങ്കുലർ ടൂർണമെന്റിൽ കേരളത്തിന്റെ നായക സ്ഥാനം അലങ്കരിച്ച സത്യൻ 5 വർഷം കേരളത്തിനായി സന്തോഷ് ട്രോഫി കളിച്ചു. കേരളം ആദ്യമായി സെമി ഫൈനൽ കളിച്ച 1962 കോഴിക്കോട് നാഷണലിൽ സത്യന്റെ ഗോളാണ് ടീം 3ാം സ്ഥാനം നേടിയത്. 1965 ഗോവ സൽഗോക്കറിക്ക് കളം മാറ്റം. 1966 മുതൽ 1972 വരെ വാസ്കോ ഗോവയിൽ സത്യനൊപ്പം ചാത്തുണ്ണി, അരവിന്ദ് സിംഗ്, ജോർജ് അബ്രോസ്, റാഫേൽ, ലാസർ റോസ്മണ്ട്, ശിവരാജ് തുടങ്ങിയവരടങ്ങിയ വാസ്കോ ക്ലബ് നടത്തിയ പടയോട്ടം ചരിത്രത്തിന്റെ ഭാഗം. ചാക്കോള, നാഗ്ജി, മാപ്പിള, കേരള ട്രോഫി, സ്റ്റഫോർഡ് കപ്പ് തുടങ്ങിയവയെല്ലാം വാസ്കോവിന്റെ ഷോക്കേസിൽ എത്തി. 1968 മെർദേക്ക കപ്പിനുള്ള ഇന്ത്യൻ ടീമിന്റെ ക്യാമ്പിലേക്കുള്ള സത്യനെ വിളിച്ചിരുന്നു. 1972 ബൂട്ടൂരിയ സത്യൻ 1980 വരെ ജോലി ആവശ്യാർത്ഥം ഗോവയിൽ തുടർന്നു. പിന്നീട് കണ്ണൂരിലേക്ക് മടങ്ങി ലക്കി സ്റ്റാറിന്റെ കോച്ചായി പ്രവർത്തിച്ചു. ചില അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് സ്പിരിറ്റ് യൂത്ത്സിലേക്ക് മാറി. ഭാര്യ ലളിത്, മക്കൾ നിഷ, നീന, സലീഷ്, റീന. ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ. മഴക്കാലത്തും വ്യത്യസ്ത യാത്രകളുമായി ബഡ്ജറ്റ് ടൂറിസം സെൽ. പൈതൽ മല. മലബാറിലെ ഊട്ടി എന്നറിയപ്പെടുന്ന പൈതൽ മലയിലേക്ക് രാവിലെ 6:30 കണ്ണൂരിൽ നിന്നും പുറപ്പെട്ട് പൈതൽ മല, 7:30 വെള്ളച്ചാട്ടം, പാലക്കയം തട്ട് എന്നിവ സന്ദർശിച്ചു രാത്രി 9 മണിയോടുകൂടി കണ്ണൂരിൽ തിരിച്ചെത്തുന്ന ഭക്ഷണവും എൻട്രി ഫീയും ഉൾപ്പെടെ ഒരാൾക്ക് 950 രൂപയാണ് ചാർജ്. ജൂൺ 14, 23 തീയതികളിലാണ് യാത്ര. കോഴിക്കോട് രാവിലെ 6:30 കണ്ണൂരിൽ നിന്നും പുറപ്പെട്ട് ജാനകിക്കാട്, പെരുവണ്ണാമൂഴി ഡാം, കേരളത്തിലെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന കരിയത്തുംപാറ, തോണിക്കടവ് ടവർ എന്നിവ സന്ദർശിച്ചു രാത്രി 9 കണ്ണൂരിൽ തിരിച്ചെത്തുന്ന പാക്കേജിന് 950 രൂപയാണ് ചാർജ്. 16, 30 തീയതികളിൽ യാത്ര പുറപ്പെടുന്നത്. റാണിപുരം അഡ്വഞ്ചർ ടൂറിസ്റ്റുകളുടെ പറുദീസയായ റാണിപുരത്തേക്ക് രാവിലെ 6 മണിക്ക് പുറപ്പെട്ട് റാണിപുരം, ബേക്കൽ ഫോർട്ട്, ബേക്കൽ ബീച്ച് ആൻഡ് പാർക്ക് എന്നിവ സന്ദർശിച്ച് രാത്രി 9 മണിയോടുകൂടി കണ്ണൂരിൽ തിരിച്ചെത്തുന്ന ഒരാൾക്ക് 950 രൂപയാണ് ചാർജ്. ജൂൺ 23 ആദ്യ യാത്ര.
വയനാട് രാവിലെ 6 മണിക്ക് കണ്ണൂരിൽ നിന്നും പുറപ്പെട്ട് തുഷാരഗിരി വെള്ളച്ചാട്ടം സന്ദർശിച്ച് മനോഹരമായ താമരശ്ശേരി ചുരം വഴി വയനാട്ടിലേക്ക് പ്രവേശിക്കുന്ന പാക്കേജിൽ ഊര് ആദിവാസി പൈതൃക ഗ്രാമം, ഹണി മ്യൂസിയം, പൂക്കോട് തടാകം, ലക്കിടി വ്യൂ പോയിന്റ്, ചങ്ങലമരം എന്നിവ സന്ദർശിക്കുന്നു. ഭക്ഷണവും എൻട്രി ഫീയും ഉൾപ്പെടെ ഒരാൾക്ക് 1310 രൂപ. വാഗമൺ മൂന്നാർ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ സന്ദർശിക്കുന്ന ഡെസ്റ്റിനേഷനായ വാഗമണിലേക്ക് യാത്ര ജൂൺ 14-21 തീയതികളിൽ. വൈകിട്ട് 7 മണിക്ക് കണ്ണൂരിൽ നിന്നും പുറപ്പെട്ട് തിങ്കളാഴ്ച രാവിലെ കണ്ണൂരിലെത്തുന്ന രീതിയിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. പാക്കേജിൽ ഭക്ഷണവും താമസവും ഉൾപ്പെടെ ഒരാൾക്ക് 4100 രൂപയാണ് ചാർജ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 8089463675 9497007857. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മികച്ച നേട്ടമുണ്ടാക്കിയെന്ന് അവകാശപ്പെടുമ്പോഴും സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അടക്കം മിക്ക സ്ഥാനാർത്ഥികൾക്കും കെട്ടിവെച്ച കാശ് നഷ്ടപ്പെട്ടതിന്റെ നാണക്കേടിലാണ് BJP. കെ സുരേന്ദ്രൻ അടക്കം 9 BJP സ്ഥാനാർത്ഥികൾക്കാണ് കെട്ടിവെച്ച പണം തിരികെ ലഭിക്കാൻ ആവശ്യമായ മിനിമം വോട്ടുകൾ പോലും നേടാൻ കഴിയാതിരുന്നത്. ആകെ പോൾ ചെയ്ത വോട്ടിന്റെ 16.6% വോട്ടെങ്കിലും ലഭിക്കുന്നവർക്കാണ് നാമനിർദ്ദേശ പത്രികയോടൊപ്പം സമർപ്പിക്കുന്ന ഡെപ്പോസിറ്റ് തുക തിരിച്ചു കിട്ടുക. വയനാട് മണ്ഡലത്തിൽ മത്സരിച്ച BJP അധ്യക്ഷൻ കെ സുരേന്ദ്രന് 13% വോട്ടുകൾ മാത്രമാണ് നേടാനായത്. ഇതോടെയാണ് കെട്ടിവെച്ച ക്യാഷ് പോയവരുടെ പട്ടികയിൽ BJP സംസ്ഥാന അധ്യക്ഷൻ ഇടം നേടിയത്. കണ്ണൂരിലെ C. രഘുനാഥ്, വടകരയിൽ മത്സരിച്ച പ്രഫുൽ കൃഷ്ണ, മലപ്പുറത്തെ അബ്ദുൽ സലാം, പൊന്നാനിയിലെ നിവേദിത സുബ്രഹ്മണ്യൻ, ഡോക്ടർ KS രാധാകൃഷ്ണൻ എറണാകുളം, സംഗീത വിശ്വനാഥൻ ഇടുക്കി, K. ഉണ്ണികൃഷ്ണൻ ചാലക്കുടി, ബൈജു കലാശാല മാവേലിക്കര എന്നീ NDA സ്ഥാനാർത്ഥികളും കെട്ടിവെച്ച കാശ് നഷ്ടമായവരാണ്. സംസ്ഥാനത്ത് 3 മുന്നണികളുടേതും 60 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുണ്ടായിരുന്നത്. അവരിൽ 9 പേർക്ക് പണം നഷ്ടമായി. BJP അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അടക്കം എല്ലാവരും NTA സ്ഥാനാർത്ഥികൾ. സ്വതന്ത്രരടക്കം ആകെ ഉണ്ടായിരുന്ന 194 പേരിൽ 143 പേരാണ് പണം നഷ്ടമായവരുടെ പട്ടികയിൽ ഉൾപ്പെട്ടത്. ഇടത് വലത് മുന്നണി സ്ഥാനാർത്ഥികൾക്ക് ആർക്കും കെട്ടിവെച്ച പണം നഷ്ടമായില്ല. ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ. തൃശൂരിലെ തോൽവി സംബന്ധിച്ചു പരിശോധിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കും. പാലക്കാട്, ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകളിലെ സ്ഥാനാർത്ഥികളെ ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നത്. കെ മുരളീധരനുമായി മുതിർന്ന കോൺഗ്രസ് നേതാക്കളെല്ലാം സംസാരിച്ചിട്ടുണ്ട്. 18 സീറ്റുകളിൽ UDF നേടിയ ഉജ്ജ്വല വിജയത്തിന്റെ ശോഭ കെടുത്താനായി ചില മാധ്യമങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അതിന് പിന്നിൽ സംഘടിതമായ ഒരു അജണ്ടയുണ്ട്. ആ കെണിയിലൊന്നും ഞാൻ വീഴില്ല. 10 പേരാണ് 1 ലക്ഷം വോട്ടിന് മുകളിൽ വിജയിച്ചത്. അതിൽ 4 പേർക്ക് 2 ലക്ഷത്തിന് മുകളിലും 2 പേർക്ക് 3 ലക്ഷത്തിന് മുകളിലും ഭൂരിപക്ഷമുണ്ട്. ആ വിജയത്തിന്റെ ശോഭ കെടുത്തരുത്. എല്ലാവരും തെരഞ്ഞെടുപ്പുകളിൽ തോറ്റിട്ടുണ്ട്. എന്നിട്ടും തോൽവി മാത്രം ചർച്ച ചെയ്യുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. തൃശൂരിലും ആലത്തൂരിലും തോൽവിക്കിടയായ സാഹചര്യത്തെക്കുറിച്ച് KPCCയും UDFും പരിശോധിക്കും. അന്വേഷണ സമിതിയെ നിയോഗിക്കുന്നതിന് മുൻപേ കുറ്റക്കാർ ആരാണെന്ന് പ്രഖ്യാപിക്കാനാകില്ല. തൃശൂരിൽ അന്തിക്കാട് ഉൾപ്പെടെ CPM കോട്ടകളിൽ നിന്നാണ് BJPയിലേക്ക് വോട്ട് മറിഞ്ഞത്. കരുവന്നൂർ ബാങ്ക് ഇടപാടുമായി ബന്ധപ്പെട്ട് BJP CPM ധാരണയുണ്ടായിരുന്നു. CPM ജില്ലാ സെക്രട്ടറിയെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി. സംഘടനാപരമായ കാര്യങ്ങളിലെ അവസാന വാക്ക് KPCC അധ്യക്ഷനാണ്. സംഘടനാപരമായ കാര്യങ്ങൾ അദ്ദേഹം തീരുമാനിക്കും. ജോസ് കെ മാണിയുടെ മുന്നണി പ്രവേശനം സംബന്ധിച്ച് UDF ഇതുവരെ ചർച്ച നടത്തിയിട്ടില്ല. കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത് മാധ്യമങ്ങളാണോ പ്രതിപക്ഷ നേതാവോ അല്ല. സ്ഥാനാർത്ഥി നിർണയത്തിന് കോൺഗ്രസ് അതിൻ്റെതായ സംവിധാനമുണ്ട്. മാധ്യമങ്ങളാണ് ചർച്ച തുടങ്ങിയത്, സതീശൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ. ബാലം ചോനാടം അണ്ടർപാസുകളിലെ അപകടങ്ങൾ സംയുക്ത പരിശോധനയ്ക്ക് നിർദ്ദേശം. ബാലം ചോനാടം അണ്ടർപാസുകളിൽ അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സംയുക്ത പരിശോധന നടത്തുന്നതിന് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, മോട്ടോർ വാഹന വകുപ്പ്, പൊതുമരാമത്ത് വകുപ്പ്, പോലീസ് എന്നിവരെ കണ്ണൂർ ജില്ലാ റോഡ് സുരക്ഷാ സമിതി യോഗം ചുമതലപ്പെടുത്തി. തിങ്കളാഴ്ച സംയുക്ത പരിശോധന നടത്തി റിപ്പോർട്ട് DRS സമർപ്പിച്ചതിനു ശേഷം തുടർ നടപടികൾ സ്വീകരിക്കും. സമിതി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ അരുൺ K. വിജയന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ റോഡുകളിൽ ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുവാൻ വിവിധ നിർദ്ദേശങ്ങൾ നൽകി. മയ്യിൽ ടൗണിൽ സ്പീഡ് ബ്രേക്കറുകളിൽ പെയിന്റ് ചെയ്യുന്നതിന് എത്രയും വേഗം നടപടിയെടുക്കണമെന്നും പൊതുമരാമത്ത് വകുപ്പ് യോഗത്തിൽ ഉറപ്പു നൽകി. മട്ടന്നൂർ കൊളപ്പാർ റോഡിൽ യൂണിവേഴ്സൽ കോളേജിന് സമീപം റോഡിന്റെ സൈഡ് ഇടിഞ്ഞത് ഉടൻ പരിശോധിച്ച് നടപടിയെടുക്കുമെന്നും വകുപ്പ് യോഗത്തെ അറിയിച്ചു.
മാഹി തലശ്ശേരി ബൈപ്പാസിൽ ലൈൻ ട്രാഫിക് പാലിക്കുന്നതിനായി മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുമെന്ന് NHAIA അറിയിച്ചു. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. ഫയലുകളിൽ ഏകീകൃത ലിപി ശൈലി ഉപയോഗിക്കണം. ഭരണഭാഷ ഏകോപന സമിതി. ഭരണനിർമ്മാണത്തിന് ഫയലുകളിൽ സർക്കാർ അംഗീകരിച്ച ഏകീകൃത ലിപി ശൈലി ഉപയോഗിക്കാൻ ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കണമെന്ന് ഭരണഭാഷ ജില്ലാതല അവലോകന സമിതി യോഗം നിർദ്ദേശിച്ചു. ADM നവീൻ ബാബുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഔദ്യോഗിക ഭാഷാ വകുപ്പിലെ ഭാഷാ വിദഗ്ധൻ ഡോക്ടർ R. ശിവകുമാറാണ് ഈ നിർദ്ദേശം നൽകിയത്. 2022 മലയാള ലിപി ഏകീകരിച്ച് സർക്കാർ ഉത്തരവായിട്ടുണ്ട്. ടൈപ്പിംഗിനും അച്ചടിക്കുമായി ഇതിനനുസരിച്ചുള്ള ഫോണ്ടും ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഓഫീസ് സംവിധാനത്തിൽ ഉൾപ്പെടെ സർക്കാർ നിർദ്ദേശപ്രകാരമുള്ള ഏകീകൃത ശൈലിയും ഫോണ്ടും ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഭരണഭാഷയിൽ ഉപയോഗിക്കാൻ പാടില്ലെന്ന് നിർദ്ദേശിച്ച പദങ്ങൾ പലരും ഉപയോഗിക്കുന്നതായും കണ്ടുവരുന്നുണ്ട്. ഇത് ഒഴിവാക്കണം. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് യജമാനന്മാർ എന്നതിനാൽ അതിനനുസരിച്ചുള്ള ഭാഷാ പ്രയോഗങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ. ഇംഗ്ലീഷിന് പകരം മലയാളം എന്ന പേരിൽ കഠിന സംസ്കൃത പദങ്ങൾ ഉപയോഗിക്കുന്ന പ്രവണത ചിലരിലുമുണ്ട്. സമാന പദമില്ലെങ്കിൽ പ്രചാരത്തിലുള്ള ഇംഗ്ലീഷ് വാക്ക് തന്നെ മലയാളത്തിൽ എഴുതാമെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഭരണഭാഷ പ്രയോഗം സംബന്ധിച്ച ഉത്തരവുകൾ എല്ലാ ഉദ്യോഗസ്ഥരും പാലിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. യോഗത്തിൽ എല്ലാ വകുപ്പുകളുടെയും 3 മാസത്തെ ഭാഷാമാറ്റ പുരോഗതി അവലോകനം നടത്തി. ജില്ലാതല ഉദ്യോഗസ്ഥർ, വിവിധ സർക്കാർ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. ഹെഡ്ലർ കിരൺ പ്രഭാകർ സ്വാഗതം പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടിക പുതുക്കലിന്റെ ഭാഗമായി ജില്ലയിലെ 71 ഗ്രാമപഞ്ചായത്തുകളിലും 9 മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനും കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. അന്തിമ വോട്ടർ പട്ടിക ജൂലൈ 1 പ്രസിദ്ധീകരിക്കും. വോട്ടർ പട്ടിക പുതുക്കൽ സംബന്ധിച്ച ജില്ലാതലത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ കളക്ടർ അരുൺ K. വിജയന്റെ അധ്യക്ഷതയിൽ കൂടി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ സെറീന എ. റഹ്മാൻ, ഇലക്ഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ B. രാധാകൃഷ്ണൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കേണ്ട യോഗ്യത ജനുവരി 1 ആണ്. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിൽ 2023 ജനുവരി 1 യോഗ്യത തീയതിയായി നിശ്ചയിച്ച് വോട്ടർ പട്ടിക പുതുക്കിയിരുന്നു. ഉപതെരഞ്ഞെടുപ്പ് നടന്ന വാർഡുകളിലും ഈ പ്രക്രിയ നടന്നിരുന്നു. ഇപ്രകാരം നിലവിലുള്ള വോട്ടർ പട്ടിക കരടായി പ്രസിദ്ധീകരിച്ചാണ് പുതുക്കൽ നടത്തുന്നത്. കരട് പട്ടിക സംബന്ധിച്ച അവകാശവാദ അപേക്ഷകളും ആക്ഷേപങ്ങളും ജൂൺ 6 മുതൽ 21 വരെ സ്വീകരിക്കും. കരട് പട്ടിക പ്രസിദ്ധപ്പെടുത്തിയ ശേഷം പട്ടികയിൽ ഉൾപ്പെട്ട മരണപ്പെട്ടവർ, താമസം മാറിയവർ, ഇരട്ടിപ്പുള്ളവരുടെയും പേര് വിവരങ്ങൾ എന്നിവ ആവശ്യമായ പരിശോധന നടത്തി ജൂൺ 10 നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിക്കും. 7 ദിവസത്തിനകം ഇത് സംബന്ധിച്ച പരാതികളോ ആക്ഷേപങ്ങളോ കിട്ടിയില്ലെങ്കിൽ പേര് കരട് പട്ടികയിൽ നിന്ന് ഒഴിവാക്കും. പേര് ചേർക്കാനുള്ള അപേക്ഷ ഫോറം 4-ലും ഉൾക്കുറിപ്പുകൾ തിരുത്താൻ ഫോറം 6-ലും ഒരു വാർഡിൽ നിന്നോ പോളിംഗ് സ്റ്റേഷനിൽ നിന്നോ സ്ഥാനം മാറ്റുന്നതിന് ഫോറം 7-ലും നൽകണം. അപേക്ഷിക്കുമ്പോൾ തന്നെ ഹിയറിംഗ് നോട്ടീസ് ലഭിക്കും. പേര് ചേർക്കുന്നതും ഒഴിവാക്കുന്നതും സംബന്ധിച്ച ആക്ഷേപങ്ങൾ ഫോറം 5 ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്ത പ്രിന്റ് ഔട്ട് ഒപ്പിട്ട് നേരിട്ടോ തപാലിലോ EROക്ക് നൽകണം. ജൂൺ 29 പരിശോധനകൾ പൂർത്തിയാകും. EROയുടെ ഉത്തരവിൽ ആക്ഷേപം ഉള്ളവർക്ക് ഉത്തരവ് തീയതി മുതൽ 15 ദിവസത്തിനകം ജോയിന്റ് ഡയറക്ടർക്ക് അപ്പീൽ നൽകാം. കണ്ണപുരം ബഡ്സ് സ്കൂൾ ബാൻഡ് സെറ്റ് ഉപകരണ കൈമാറ്റം കുടുംബശ്രീ കണ്ണൂർ ജില്ലാ മിഷന്റെ 23-24 വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് ബഡ്സ് സ്കൂളിലെ ബാൻഡ് സെറ്റ് ഉപകരണങ്ങൾ അനുവദിച്ചു. ഇതിന്റെ കൈമാറ്റം വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് കണ്ണപുരം ബഡ്സ് സ്കൂളിൽ M. വിജയൻ MLA നിർവഹിക്കും. കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. രതി അധ്യക്ഷത വഹിക്കും. വിജയദിനകം 24 ജൂൺ 7 കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും SSLC +2 പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെയും 100% വിജയം കൈവരിച്ച വിദ്യാലയങ്ങളെയും അനുമോദിക്കുന്നു. നാളെ രാവിലെ 9:30 സാധു കല്യാണ മണ്ഡലത്തിൽ നടക്കുന്ന വിജയദിനകം 24 വിദ്യാസംഗമം രജിസ്ട്രേഷൻ പുരാവസ്തു മ്യൂസിയം വകുപ്പ് മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ V. ശ്രീനിവാസൻ MP അധ്യക്ഷത വഹിക്കും. മേയർ മുസ്ലിം മഠത്തിൽ KV സുമേഷ് MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ, ജില്ലാ കളക്ടർ അരുൺ K. വിജയൻ, കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ, മുണ്ടേരി പഞ്ചായത്ത് പ്രസിഡന്റ് A. അനിഷ തുടങ്ങിയവർ മുഖ്യ അതിഥികളാകും. രൂക്ഷമായ ജലക്ഷാമം പരിഹരിക്കാൻ ഡൽഹിക്ക് കൂടുതൽ വെള്ളം നൽകാൻ ഹിമാചൽ പ്രദേശിനോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ജല ഉപഭോഗം ഗണ്യമായി ഉയർന്ന സാഹചര്യത്തിൽ ഹരിയാന, ഉത്തർപ്രദേശ് സർക്കാരുകളോട് 1 മാസത്തേക്ക് അധിക ജലം നൽകാൻ നിർദ്ദേശിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഡൽഹി സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത്. 1 മാസത്തേക്ക് അധിക ജലം അഭ്യർത്ഥിച്ച് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനും ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിക്കും ഡൽഹി മന്ത്രി അതിഷി മർവാനക്കും കത്തയച്ചിരുന്നു. എന്നാൽ വെള്ളം നൽകുന്നതിനുള്ള ബുദ്ധിമുട്ട് സർക്കാരുകൾ ചൂണ്ടിക്കാട്ടി. ഇതേ തുടർന്നാണ് ഡൽഹി സർക്കാർ സുപ്രീം കോടതി സമീപിച്ചത്. ഉഷ്ണതരംഗത്തിൽ ജലക്ഷാമ രൂക്ഷമായ ഡൽഹിയിൽ ജനജീവിതം ദുസ്സഹമായി. ഭൂരിപക്ഷം പ്രദേശങ്ങളിലും വെള്ളം എത്തിക്കാനാവുന്നില്ല. ജനക്കൂട്ടം ടാങ്കറുകൾ തടഞ്ഞ് വെള്ളം ശേഖരിക്കുന്നത് പതിവാണ്. കഴിഞ്ഞ 11 വർഷത്തിനിടയിലെ ഉയർന്ന ചൂടാണ് മെയ് മാസത്തിൽ ഡൽഹിയിൽ രേഖപ്പെടുത്തിയത്. ശരാശരി താപനില 41.4 ഡിഗ്രി ആയിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനം നാളെ ചെയ്യും. സംസ്ഥാന സർക്കാരിന്റെ 3 വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ പ്രകാശനം ചെയ്യും. വൈകിട്ട് 4-ന് സെക്രട്ടേറിയറ്റ് വളപ്പിൽ നടക്കുന്ന ചടങ്ങിൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ V. വേണു ഏറ്റുവാങ്ങും. റവന്യൂ മന്ത്രി K. രാജൻ അധ്യക്ഷത വഹിക്കും. സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം ഓരോ വകുപ്പിലും നടപ്പാക്കിയിരുന്ന പദ്ധതികളുടെ വിശദാംശങ്ങളും എത്ര ശതമാനം പൂർത്തീകരിച്ചു എന്നടക്കം കൃത്യമായ വിവരങ്ങളാണ് പ്രോഗ്രസ് റിപ്പോർട്ടിലുള്ളത്.
സെക്രട്ടറി വളപ്പിൽ ഒരുക്കുന്ന വേദിയിൽ നടക്കുന്ന ചടങ്ങിൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു സ്വാഗതം ആശംസിക്കും. മന്ത്രിമാരായ റോഷി അഗസ്റ്റിൻ, കെ കൃഷ്ണൻകുട്ടി, എ കെ ശശീന്ദ്രൻ, കെ വി ഗണേഷ് കുമാർ, രാമേന്ദ്രൻ കടന്നപ്പള്ളി എന്നിവർ സംസാരിക്കും. മറ്റു മന്ത്രിമാർ സന്ദേഹം നയിക്കും. പൊതുഭരണ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ ആർ ജ്യോതിലാൽ നന്ദി പറയും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദേവ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ നയിക്കുന്ന ശുചിത്വ സന്ദേശയാത്ര നാളെ ആരംഭിക്കും. രാവിലെ 10 മണിക്ക് പെരളശ്ശേരി 3 വരിയിൽ നിന്ന് യാത്ര ആരംഭിക്കും. മാലിന്യം വലിച്ചെറിയരുതെന്നും അത്തരം സംസ്കാരത്തെ പടിക്ക് പുറത്തി നിർത്തണമെന്നും കണ്ണൂർ സമ്പൂർണ്ണ ശുചിത്വ ജില്ല എന്ന ലക്ഷ്യം കൈവരിക്കാൻ സകല ജനവിഭാഗങ്ങളെയും സഹനവും നേതൃത്വവും ഉണ്ടാവണമെന്നും അഭ്യർത്ഥിക്കാനാണ് യാത്ര. ഇതോടെ ഇന്നത്തെ അസാധ്യ വാർത്ത സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.